ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഒരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ മീൻകറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല മുളകിലിട്ട മീൻകറിയാണ് അറിയാവുന്നതല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ പറ്റിച്ച മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ നമ്മളിന്ന് കിളിമീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി, പിന്നെ പുളി വെള്ളത്തിലിട്ട്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ മിക്സിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞു കൊടുക്കുക, പിന്നീട് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിക്കുക. ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് ചട്ടിയിൽ വെള്ളവും പുളിയും കൂടെ ഒഴിക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അത് അരപ്പിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അരയ്ക്കാൻ നേരത്ത് നമ്മൾ പച്ചമുളക് ഇടേണ്ടതില്ല, പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ കാണുന്നത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടിയും കൂടെ ഇച്ചിരി ചേർത്താൽ മതി, വളരെയധികം സ്വാദായിരിക്കും. എന്നിട്ട് അരപ്പെല്ലാം കൂടെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ആ അരപ്പുമായിട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെല്ലാം കൊടുക്കുക. അവസാനം അരപ്പിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് നേരെ അടുപ്പിൽ കൊണ്ടുവെക്കാം. വീട്ടിൽ കൂടുതലും അടുപ്പിലാണ് മീൻകറി വെക്കാറുള്ളത്. മീൻകറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് പോരെങ്കിൽ ഉപ്പ് ചേർത്തൊക്കെ കൊടുക്കുക. മീൻകറി കുറച്ച് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സൈഡിൽ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മീൻകറി താത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് പറയേണ്ട ആൾ തമ്പുച്ചനാണേ. ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, കൈ കഴിക്കും. ചൂടുണ്ടോ? ഉള്ളോ? ശരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ബൈ.